നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹോണ്ട പഴയ ഡിയോ 110 നിന്ന് പുതിയ ഡിയോ 110ലേക്ക് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കുറേ ചേഞ്ചസ് ആണ്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി TFT ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് നാവിഗേഷൻ ചെയ്യാം, കോള്, മ്യൂസിക്, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഹോണ്ടയുടെ റോഡ് സിങ്ക് ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ലഭിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയത്തെ ഒരു 3D ലോഗോനെ മാറ്റിയിട്ട് കൂടുതലൊരു സ്റ്റിക്കർ ഗ്രാഫിക്കൽ ലോഗോ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി കാണാൻ കുറച്ച് സ്പോർട്ടി ലുക്ക് ആയിട്ടുണ്ട് ഡിയോ എന്ന് എഴുതിയിട്ട് കാണുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു USB ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട് പറ്റിയ തന്നെ ഈ ഒരു ഇറയ്ക്ക് വേണ്ടിയിട്ട് പറ്റിയതാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഫോണും ഉള്ളൊരു ഹാൻഡിൽ ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷൻ ആ ഒരു USB ചാർജിങ് പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.3 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് പഴയ ഡിയോ 110 നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത കാരണം തന്നെ ഇൻ്റർചേഞ്ച് ചെയ്ത കാരണം തന്നെ കുറച്ചുകൂടി ഫ്രഷ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയൊരു കളർ വരുന്നുണ്ട്, റെഡ് കളർ. ഈ ഒരു പഴയ ഡിയോയിൽ ഒരു ഡിം കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഷൈനി ലൈറ്റ് റെഡ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ കാണാൻ അത്യാവശ്യം നല്ല എസ്തെറ്റിക് ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഗ്രേ കളർ വരുന്നുണ്ട്, ബ്ലൂ കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.